സിസ്റ്ററിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്ററിന്റെ ഈ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾസ്, ഈ ഒരു ഹീലിംഗ്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഹീലിംഗ്സ് സിസ്റ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റിയ ഒരു ഇതുണ്ടോ? ഒന്ന് രണ്ട് ഇൻസിഡൻസ് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റിയതുണ്ട്. ഒന്ന്, ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവള് മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ വീണ് നടുവിന് വേദനയായിട്ട് നടക്കാൻ പോലും മേലാതെ എടുത്തോണ്ടാ നമ്മുടെ ഇവിടെ വന്നത്, ഹോസ്പിറ്റലിൽ വന്ന്. അപ്പം ഞാൻ ഇവിടെ റെഫർ ചെയ്യാം എന്ന് പറഞ്ഞ് റെഫർ ചെയ്യാനായിട്ട് തുടങ്ങി. വേറെ ഏതെങ്കിലും അലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെ പൊക്കോ. അപ്പോൾ അവർ പറഞ്ഞു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയതാണ്, അതിനകത്ത് വലിയ ബുദ്ധിമുട്ട്, ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുട്ടിയായതുകൊണ്ട്, 15 വയസ്സേ ഉള്ളൂ, കുട്ടിയായതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്, കാരണം ഇത്രയേ ഉള്ളൂ കൊച്ചാണ്, ഇത് ഏറ്റു നടക്കുമെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യുന്നില്ല. അപ്പോൾ കൊച്ചിൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒരു ഡോക്ടർ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യേണ്ട, ഒരു സിസ്റ്ററാണല്ലോ, ഈശോയുടെ മണവാട്ടിയാണല്ലോ, അപ്പോൾ ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് ഇത് ചികിത്സിച്ചാൽ മതി, എനിക്ക് ഉറപ്പാണ് കൊച്ചെണീറ്റ് നടക്കുമെന്ന്. അപ്പോൾ ആ അമ്മയുടെ ഉറപ്പിലാണ്. അത് കേട്ടപ്പോൾ എനിക്ക് അപ്പടി ബുദ്ധിമുട്ടായി. ഞാൻ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ കഴിവ് കൊണ്ട് ഇത് രോഗം സൗഖ്യപ്പെടില്ല എന്ന് ഉറപ്പാണ്, പക്ഷേ ആ അമ്മയുടെ വിശ്വാസം നീ എന്നെ നാണം കെടുത്തരുത്, അതുകൊണ്ട് നീ സൗഖ്യപ്പെടുത്തണം. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കൊച്ച് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റോടുകൂടി ഒരു പരിപൂർണ സൗഖ്യത്തിലേക്ക് ഉള്ളതുപോലെ ആ കൊച്ച് വന്നു. പിന്നീട് ഒരു മാസത്തോളം ഇവിടെ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് വളരെ സന്തോഷത്തോടെ പോയി. ഇപ്പം നന്നായി കുടുംബജീവിതം നയിക്കുന്നു. അതൊരു ഇൻസിഡൻറ്റ്. പിന്നെ കൊറോണ ബാധിച്ച് തളർന്നു പോയ ഒരു രോഗി, അതും ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തിയതാണ്. അങ്ങനെ 2 തളർന്നു പോയ വ്യക്തികളെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് സൗഖ്യപ്പെട്ടു പോയി. അതൊരു നേഴ്സായിരുന്നു രണ്ടാമത്തെ ആള്. മോള് ഇപ്പം ഇറ്റലിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട് തന്നെ.